ദില്ലിയിലെ ജന്തർ മന്ദറിൽ പാകിസ്ഥാൻ ഭീകരൻ ഷഹസാദ് ഭട്ടിയുടെയും ISIയുടെയും അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ച അതേ സ്ലീപ്പർ സെല്ലുകൾ, രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിനെ പോലെയുള്ള തീവ്രവാദികളുടെ ഉറ്റ സുഹൃത്തുക്കൾ, ഇവരൊക്കെ രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോയി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ രാംപുര കൻവർപുര ഗ്രാമത്തിൽ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ അർബൻ നക്സലുകളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യവിരുദ്ധ അജണ്ടകളുമായി ഇറങ്ങിയ ഈ വ്യാജന്മാരെ നാട്ടുകാർ തന്നെ നേരിട്ടപ്പോൾ പതിവ് ഇരവാദവുമായി എത്തിയിരിക്കുകയാണ് ഇവരുടെ നേതാക്കൾ. സ്കൂൾ നന്നാക്കുക എന്ന വ്യാജേനയാണ് പാറ്റകളുടെ ഈ സംഘം രാജസ്ഥാനിലെ ഗ്രാമത്തിൽ നുഴഞ്ഞു കയറാനെത്തിയത്. ദില്ലിയിൽ എന്ത് നാടകം കളിച്ചാലും അത് വിശ്വസിക്കാൻ അവിടെ ചിലരുണ്ടാകും. എന്നാൽ ഇന്ത്യയുടെ ഹൃദയഭാഗമായ ഗ്രാമങ്ങളിൽ ഈ ISI അജണ്ടകൾ വിലപ്പോകില്ല എന്നിവർക്ക് മനസ്സിലായിരുന്നില്ല. ഇവരുടെ യഥാർത്ഥ ലക്ഷ്യവും തനിനിറവും ആ നാട്ടുകാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഗ്രാമത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച ഈ വ്യാജന്മാരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി തടഞ്ഞു. അർബൻ നക്സലുകൾ, പാകിസ്ഥാനികൾ, രാജ്യദ്രോഹികൾ എന്ന് വിളിച്ച് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഗ്രാമവാസികൾ ഇവർക്ക് നേരെ പാഞ്ഞെടുത്തത്. ജനക്കൂട്ടത്തിന്റെ രോഷം കണ്ടതോടെ വന്നവരൊക്കെ ജീവനും കൊണ്ടോടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ വീഡിയോകളിൽ കണ്ടത്. ഏറ്റവും വലിയ തമാശ എന്താണെന്നാൽ പണി പാളിയപ്പോൾ തങ്ങളെ തല്ലി ഓടിച്ചത് സാധാരണക്കാരായ ഗ്രാമവാസികളാണ് എന്ന് നാണക്കേട് മറച്ചുവെക്കാൻ ഈ കൂട്ടം ഇപ്പോൾ പച്ചക്കള്ളവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടുകാരെ മുഴുവൻ BJP ഗുണ്ടകളാക്കി മാറ്റാനാണ് ഇവരുടെ നേതാവായ അഭിജിത് ദീപ്കെ ഇപ്പോൾ ശ്രമിക്കുന്നത്. തങ്ങളെ ആക്രമിച്ചത് BJP-കാരാണെന്നും രാജസ്ഥാൻ പോലീസ് വെറും കാഴ്ചക്കാരായി നിന്നുവെന്നുമാണ് ഇവർ എക്സിൽ കിടന്ന് നിലവിളിക്കുന്നത്. പോരാത്തതിന് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആക്രമികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിൽ വന്ന് വൻ സമരം ചെയ്യുമെന്ന വലിയൊരു അന്ത്യശാസനവും ഈ ഭീരുക്കൾ മുഴക്കുന്നുണ്ട്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങി ഓടിയതിനു ശേഷമുള്ള ഇവരുടെ ഈ 48 മണിക്കൂർ അന്ത്യശാസന പ്രഹസനം കേട്ട് ജനം ഒന്നടങ്കം ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമോ സ്കൂളോ ഒന്നുമല്ല ഇവരുടെ വിഷയം. തങ്ങളുടെ പേര് വാർത്തകളിൽ നിലനിർത്താനും സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുമുള്ള വ്യക്തമായ ഗൂഢാലോചനയുമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ സ്വന്തം മൈലേജ് കൂട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ CJP എന്ന ഈ വ്യാജ കൂട്ടായ്മയ്ക്ക് രാജസ്ഥാനിൽ കിട്ടിയത് 8ന്റെ പണിയാണ്. എന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ വ്യാജന്മാരെ കണ്ടാൽ അറിയാം. ന്യൂസ് ഡെസ്ക് കേരള.